മതമാണ് മുഖ്യം എന്നൊക്കെ KM ഷാജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. 25 സ്ഥാനാർത്ഥികളെയാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത്. ഇനി 2 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അപ്പം KM ഷാജി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് 25 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതിൽ 24 പേരും മുസ്ലിം മതസ്ഥരാണ്. ആകെ പേരിനൊരു ജയന്തി രാജനെയാണ് അവർ മത്സരിപ്പിക്കുന്നത്. അതൊരു ടാക്റ്റിക്കലായിട്ടുള്ള ഒരു ഗിമ്മിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം കൂത്തുപറമ്പ് പോലുള്ളൊരു മണ്ഡലത്തിൽ അവരെ കൊണ്ട് നിർത്തിയിട്ട് അവരെന്ത് ചെയ്യാനാണ്? ഒന്നാമത് അവർ വയനാട്ടുകാരിയാണ്, രണ്ടാമത് കൂത്തുപറമ്പ് അവർക്ക് പ്രവർത്തന പരിചയമൊന്നുമില്ല. അത് മാത്രമല്ല, കൂത്തുപറമ്പ് പോലുള്ളൊരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ജയിച്ചു കയറാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത്. ഇവിടെ ഇടയ്ക്ക് വലിയ വിമർശനമൊക്കെ വന്നിരുന്നു. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് ലീഗിനെ കടന്നാക്രമിച്ചു ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് നമ്പർ 1 വർഗീയവാദികളാണെന്നൊക്കെ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചപ്പോൾ എല്ലാ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ലീഗിന് വേണ്ടി നിലയുറപ്പിച്ചു. ലീഗിൻ്റെ മതേതരത്വത്തിന് വേണ്ടി അവരെല്ലാം നിലയുറപ്പിച്ചു. ലീഗിനെ വിമർശിക്കാൻ പാടില്ല, ലീഗിനെ വിമർശിച്ചാൽ അത് മുസ്ലിങ്ങൾക്കെതിരെയാകും എന്നുള്ള ഒരു നെറേറ്റീവൊക്കെ പല മാധ്യമങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ലീഗിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന മാധ്യമങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതാണ് ലീഗിൻ്റെ തനി സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ മുഖം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അത് വ്യക്തമായി എന്നുള്ളതാണ്. മലപ്പുറത്ത് ഒരൊറ്റ ന്യൂനപക്ഷ സമുദായ അംഗത്തിന് പോലും സീറ്റ് കൊടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല എന്നതാണ്. കാരണം മലപ്പുറത്തെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. ഏതാണ്ട് 30% വരുന്ന ഒരു ജനവിഭാഗം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവിടെ 70% വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തന്നെയാണ് ലീഗ് എല്ലാ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ മുഖം. കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളുമൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ലീഗ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർ അടിസ്ഥാനപരമായിട്ടൊരു മുസ്ലിം മത വർഗീയ പാർട്ടി തന്നെയാണ്. അവരുടെ ലക്ഷ്യം മുസ്ലിം മതത്തിൻ്റെ ഉന്നമനവും പിന്നെ സമുദായത്തിലെ ചില ഉന്നത പ്രമാണിമാരുടെ ഉന്നമനമൊക്കെയാണ്. ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പോൾ അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാതെ ഞങ്ങൾ വലിയ മതേതര പാർട്ടിയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില നീക്കുപോക്കുകളെയൊക്കെയാണ് അവർ വിലയിരുത്തിയിട്ട് പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവർക്കും സീറ്റ് നൽകുന്നുണ്ടെന്നുള്ള. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഒരു ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ പോലും ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തെ നിർത്താൻ, അതായത് മലപ്പുറത്തെ കാര്യമാണ് പറയുന്നത്, വീണ്ടും കഴിയാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ എങ്ങനെ നമുക്കൊരു മതേതര പാർട്ടിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും? പിന്നെ മുസ്ലിം ലീഗിനെ ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് BJPയെ കാണുന്നില്ല? BJPയിൽ എത്ര മുസ്ലിങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുണ്ടെന്നുള്ള ചോദ്യമൊക്കെ വരാൻ മതിയാം. BJPയിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യമൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയില്ല, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കും. നിലവിൽ തന്നെ ഷോൺ ജോർജിൻ്റെ പേരും അതുകൂടാതെ PC ജോർജ്, അനൂപ് ആൻ്റണി ഇവരുടെ എല്ലാം പേരുകൾ വന്നു കഴിഞ്ഞു. അവരെല്ലാം ഓൾറെഡി മത്സരിക്കുമെന്നുള്ളത് പ്രഖ്യാപിച്ച കാര്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇനി അടുത്ത ലിസ്റ്റിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും പിന്നെ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. പിന്നെ BJPക്ക് ഇവിടെ കേരളത്തിൽ പൊതുവെ ഒരു മതേതര ഒരു ഐഡൻറ്റിറ്റി ആരും കൊടുക്കുന്നില്ലല്ലോ. കാരണം NDAക്ക് പുറത്ത് BJP എല്ലാവരും വർഗീയവാദികളായിട്ടല്ല കാണുന്നത്. കാരണം BJP മാത്രമാണ് വർഗീയവാദികൾ, ബാക്കി എല്ലാവരും മതേതരവാദികളാണെന്നുള്ളൊരു സിദ്ധാന്തമാണല്ലോ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിപ്പോൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അതേ ഒരു സ്വീകാര്യതയാണ് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ BJPയെ വർഗീയവാദികളായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗ് എല്ലാവരും പറയുന്നു മതേതര പാർട്ടിയാണെന്ന്. അപ്പം ആ ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിലപാട് ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് ആ പാർട്ടി മാറാനൊന്നും പോകുന്നില്ല. വെറുതെ കണ്ണുപൊടിയിടാൻ വേണ്ടി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ഫിറ്റ് ചെയ്യുന്നല്ലാതെ ഇനിയിപ്പോൾ അവരുടെ ഭരണം വരുമ്പോഴും ഇതൊക്കെ തന്നെയായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു മതഭരണം, മുസ്ലിം ലീഗ് വകുപ്പുകളിലൊക്കെ ഒരു മതഭരണം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഒരു വിജയസാധ്യതയുള്ളൊരു സീറ്റിൽ ഒരു വനിതയെ നിർത്താനും ലീഗ് തയ്യാറായിട്ടില്ല. ആകെ 2 വനിതകളെ ഇത്തവണ മത്സരിപ്പിക്കുന്നുണ്ട്. ഒന്ന് ജയന്തി രാജനാണ്, കൂത്തുപറമ്പ്. അവർക്ക് വലിയ സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ പിന്നെ പേരാമ്പ്രയിലാണ് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നത്. പേരാമ്പ്രയിലും CPMൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഇനി എത്ര മറഞ്ഞു കഴിഞ്ഞാലും CPMനെ പരാജയപ്പെടുത്താനൊന്നും സാധിക്കുന്ന ഒരു മണ്ഡലമല്ല. അതുമാത്രമല്ല, ഈ ഫാത്തിമ തഹ്ലിയക്കെതിരെ ലീഗിനുള്ളിൽ തന്നെ വലിയ വിമർശനമൊക്കെ വരുന്നുണ്ട്. നുർബിന റഷീദിനെ പോലുള്ളൊരു മുതിർന്ന വനിതാ ലീഗിൻ്റെ നേതാവ് അല്ലെങ്കിൽ വനിതാ നേതാവൊക്കെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടു എന്നാണ് നുർബിന റഷീദ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോമഡിയാണ്. കാരണം മുസ്ലിം ലീഗ് നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. മുസ്ലിം ലീഗിന് ഈ മതേതര പാർട്ടി എന്നുള്ള ഒരു ഇമേജ് കൊടുക്കേണ്ട ആവശ്യകത സത്യത്തിൽ ഈ പറയുന്ന ഇടത് വലത് മുന്നണികൾക്കാണ്. മുമ്പ് ഇടത് മുന്നണിക്കായിരുന്നു, ഇടത് മുന്നണിക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. നമുക്കറിയുന്ന ഇപ്പോഴും അവസരം കിട്ടിയാൽ
വേണമെങ്കിൽ മുസ്ലിം ലീഗിനൊപ്പം ഭരിക്കാനും അവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും LDF തയ്യാറാവും. പിന്നെ UDFിൻ്റെ കാര്യം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല. അപ്പോൾ മുസ്ലിം ലീഗിന് മതേതര വോട്ടുകൾ അത്യാവശ്യമാണ്. കാരണം മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം കണ്ണൂരിലെ പല സീറ്റുകളിലും കാസർകോട്ടെ പല സീറ്റുകളിലും ഈവൻ മലപ്പുറത്തെ ചില സീറ്റുകളിൽ പോലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല. അപ്പം തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കുറച്ച് മതേതരത്വമൊക്കെ പറയും. അതായത് മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വരുത്തി തീർക്കേണ്ടത് മുസ്ലിം ലീഗിന് മാത്രമല്ല UDFിലെ എല്ലാ കക്ഷികൾക്കൊക്കെ ഉണ്ട്. അതാണ് ഒരു വസ്തുത. പക്ഷെ സത്യത്തിൽ ഈ മുസ്ലിം ലീഗ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾ എപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ്. കാരണം BJPയെ വർഗീയമായിട്ട് എപ്പോഴും ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ മുസ്ലിം ലീഗിൻ്റെ കാര്യം വരുമ്പോൾ അവർ ഭയങ്കര മതേതരവാദികളാണ്. അവർക്ക് വേണ്ടി ചാനൽ ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടത്തുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ നമുക്കറിയാം. മുഖ്യധാര മാധ്യമ പ്രവർത്തകരെല്ലാം ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ 1-2 മാസങ്ങൾക്ക് മുമ്പൊക്കെ തുടർച്ചയായിട്ട് നടത്തിയിരുന്നു. എന്തായാലും ഈ VD സതീശൻ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. കാരണം VD സതീശൻ പറഞ്ഞത് മുസ്ലിം ലീഗ് ഭയങ്കര മതേതര പാർട്ടിയാണ്, മതേതരത്വത്തിൻ്റെ കാവലാളുകളായിട്ട് അവർ നിലയുറപ്പിക്കാൻ അവരില്ലെങ്കിൽ കേരളത്തിൽ മതേതരത്വം ഉണ്ടാകില്ല എന്നൊക്കെയാണ് പറയുന്നത്. അധികാരത്തിന് വേണ്ടി ഏതറ്റം വരെയും താഴാൻ തയ്യാറായ ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അത് ഇങ്ങനെ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത.